UAE തലസ്ഥാനമായ അബുദാബിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇൻ്റർനാഷണൽ എൻഡ്യൂറൻസ് എന്ന കുതിരയോട്ട മത്സരം സംഘടിപ്പിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ ഈ കുതിരയോട്ട മത്സരം എന്ന് പറയുന്നത് അത്യപൂർവമായി UAE നടക്കുന്ന ഒരു മത്സരമല്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇവിടെ നടക്കുന്ന ഈ മത്സരത്തിന് ഒട്ടേറെ പ്രത്യേകതയുണ്ട്. അബുദാബിയിലെ ബുത്തീബ് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്താണ് ഇപ്പോൾ രാവിലെ ഏകദേശം 4 മണിയായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. വരും. എൻഡ്യൂറൻസ് അതായത് കുതിരയോട്ട മത്സരം. ഒരുപക്ഷെ റൈഡറും അതുപോലെ തന്നെ ഹോസും ഒരുപോലെ ഡിസിപ്ലിൻ പാലിച്ചുകൊണ്ട് 80 കിലോമീറ്റർ ഓടിയെത്തുന്ന ഒരു മത്സരത്തിൻ്റെ വേദിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അല്പസമയത്തിനകം മത്സരം ആരംഭിക്കും. ഏകദേശം 300-350ഓളം ഹോസുകൾ ഇവിടെ നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ എല്ലാവിധ പരിശോധനകളും കഴിഞ്ഞു. ഇനി മത്സരത്തിനുള്ള സമയമാണ്. ഏതാനും നിമിഷങ്ങൾക്കകം മത്സരം ആരംഭിക്കും. എന്തായാലും റോയൽ സ്റ്റാലിൻ എന്ന് പറയുന്ന ഞങ്ങൾ മലയാളികളുടെ ഒരു കൂട്ടായ്മയുണ്ട്. ആ സ്റ്റാലിനെ പ്രതികരിച്ചുകൊണ്ട് മത്സരിക്കുന്നത് ഷെഫീഖാണ്. തിരുവനന്തപുരം പൂവാർ സ്വദേശിയാണ് ഷെഫീഖ്. കഴിഞ്ഞ തവണ 40 കിലോമീറ്റർ പങ്കെടുത്തിരുന്നു. ഇത്തവണ 80 കിലോമീറ്റർ മത്സരത്തിലാണ് ഷെഫീഖ് പങ്കെടുക്കുന്നത്. ചെറുപ്പം മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് കുതിരയോട്ട മത്സരങ്ങളിൽ പങ്കെടുക്കണമെന്നുള്ളത്. ഇവിടെ എത്തിയപ്പോൾ അതിനുള്ള സാധ്യതകൾ വളരെയധികമുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഏതാണ്ട് അറൗണ്ട് 300+ ഹോഴ്സിന് മുകളിലുണ്ട്. ഇപ്പോൾ തന്നെ ഒരു 5.5 ആയിട്ടേ ഉള്ളൂ. ഇനിയും കുതിരകൾ എത്താനുണ്ട്, റൈഡേഴ്സ് വരാനുണ്ട്. അപ്പോൾ ഇത്തവണ എൻ്റെ 80 കിലോമീറ്റർ, കഴിഞ്ഞ വർഷം 40യുടെ 2 ലൂപ്പ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത്തവണ 80 കിലോമീറ്റർ ആണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഒരു മലയാളി എന്ന നിലയിൽ വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു നിമിഷം കൂടിയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ വേണം. ഇനിയും മുന്നോട്ട് പോകാനുണ്ട് ഒത്തിരി ദൂരം. നമ്മൾ അങ്ങനെ ആദ്യത്തെ 30 കിലോമീറ്റർ കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹോഴ്സിൻ്റെ വെറ്റിനറി ചെക്കപ്പ് കഴിഞ്ഞു. ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്തു. ഹോഴ്സ് ഇഞ്ചുർഡൊന്നും ആയിട്ടില്ല, പക്ക പെർഫെക്റ്റ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇഞ്ചുറി ഒന്നും തന്നെ പറ്റിയിട്ടില്ല. ഹോഴ്സ് ഡബിൾ ഓക്കെയാണ്. ഇനി അടുത്ത 30 കിലോമീറ്റർ ഇപ്പോൾ നമ്മൾ അടുത്ത ലൂപ്പിലോട്ട് കടക്കുവാണ്. ഷെഫീഖ്, എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ഈ ഒരു 30 എത്തുമ്പോഴേക്ക്? ഫസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നാലും അഡ്ജസ്റ്റബിൾ ആയിരുന്നു. ഇനി അടുത്ത 30 കിലോമീറ്റർ കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും. കാരണം മത്സരം
എല്ലാ വർഷവും നടക്കുന്ന ഈ ഒരു മത്സരം, ഈ മത്സരത്തിന് ക്വാളിഫൈഡ് ആവുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപൂർവം മലയാളികൾ മാത്രമാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാറുള്ളത്. അതിലൊരു മലയാളിയാകുന്നത് ഞങ്ങളുടെ റോയൽ സ്റ്റാലിനും അഭിമാനമാണ്. ഒപ്പം ഷെഫീഖിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്.